ഇ ഡിയുടെ അധികാരവും ഇ ഡി എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതൊക്കെ നമ്മുടെ PMLA ആക്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ സെക്ഷൻ 43 മുതൽ സെക്ഷൻ 45 വരെയുള്ള വകുപ്പുകൾ 43, 44, 45 ഈ വകുപ്പുകളിൽ ഒരാൾക്ക്, അതായത് സ്പെഷ്യൽ കോർട്സ് പവർ ആണ് പറഞ്ഞേക്കുന്നത്, പവേഴ്സാണ്. ആ സ്പെഷ്യൽ കോർട്ട് വേണം ഇതിനെപ്പോഴും. മാത്രമല്ല ഈ പ്രതിയെ കമ്മിറ്റ് ചെയ്യുകയും വേണം. അതായത് ഒരു സെഷൻസ് ജഡ്ജിയാണ് ഈ സ്പെഷ്യൽ കോർട്ടായിട്ട് മാറ്റുന്നത്. ട്രയൽ എവിടെയും നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു കേസിൽ ഇതുപോലെ PMLA ആക്ട് അനുസരിച്ചുള്ള കേസിൽ കോടതി കോഗ്നിസൻസ് എടുത്ത് പ്രോസസ്സ് അയച്ചു കഴിഞ്ഞാൽ, പ്രതിക്ക് പ്രോസസ്സ് അയച്ചു കഴിഞ്ഞാൽ പിന്നെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ അധികാരമില്ല എന്നുള്ളത് ആ ആക്റ്റിൽ നിന്ന് വ്യക്തമാണ്. നമുക്ക് കണ്ടല്ലറിയാം. അപ്പോൾ അങ്ങനെ പക്ഷേ അതിന് പിന്നെ നമുക്ക് ചോദിക്കാം, എന്നാൽ മുൻകൂർ ജാമ്യത്തിന് ഈ പ്രതിക്ക് അവകാശമുണ്ടോ എന്ന് ചോദിക്കാം. അപ്പോൾ അതിനൊക്കെയുള്ള മറുപടി ഇപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞുതരാം. കാരണം അതിൽ 45-ാം വകുപ്പ് അനുസരിച്ച് ജാമ്യം കൊടുക്കുന്നതിന് കുറച്ച് മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ NDPS ആക്ട് അതിനകത്തൊക്കെ പറഞ്ഞേക്കുന്ന രീതിയിലുള്ള അത്രത്തോളം റെസ്ട്രിക്ഷൻസ് ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഒരു മയക്കുമരുന്ന് കേസിലെ ഒരു പ്രതിക്ക് അയാൾക്ക് മുൻകൂർ ജാമ്യത്തിന് പോയാൽ കിട്ടത്തില്ല, കൊടുക്കാൻ ഒക്കത്തില്ല. അതിനെ ഒക്കാത്തതിന് കാരണം കൂടെ ഞാൻ പറഞ്ഞുതരാം. അതിന് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞേക്കുന്ന ഒരു നിയമമേ ഉള്ളൂ. അത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു ഒഫൻസ് കമ്മിറ്റ് ചെയ്ത ഒരു പ്രതിക്ക് മുൻകൂർ ജാമ്യത്തിന് അർഹതയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് മുൻകൂർ ജാമ്യം വേണമെങ്കിൽ ഇങ്ങനൊരു ഒഫൻസേ നടന്നിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കണം. അതായത് ഇപ്പോൾ ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റ് അതിൽ പെടാത്ത ഒരാൾ, അതായത് ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റിലോ ഷെഡ്യൂൾഡ് ട്രൈബിലോ പെടാത്ത ഒരാൾ ഈ വിക്ടിം ഷെഡ്യൂൾഡ് കാസ്റ്റിലോ ഷെഡ്യൂൾഡ് ട്രൈബിലോ പെട്ട ഒരാൾക്കെതിരെ ഒഫൻസ് നടത്തിയാൽ മാത്രമേ ആ ഒഫൻസ് വരുള്ളൂ. ഇനി മറ്റേ ആൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണെന്നിരിക്കട്ടെ, അപ്പോൾ ഈ ഒഫൻസ് വരുന്നില്ല. അവിടെ ഈ പ്രതി ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണെങ്കിൽ ഒഫൻസ് വരുത്തില്ല. അങ്ങനെയുള്ള കേസിനകത്ത് മുൻകൂർ ജാമ്യം കൊടുത്തുകൂടെ എന്ന് ചോദിച്ചാൽ കൊടുക്കാം. അപ്പോൾ ഒരു ബ്ലാങ്കറ്റ് ബാൻ അവിടെ നമുക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനെയുള്ള കേസ്. കാരണം ക്രൈം നടന്നിരിക്കരുത്, ആ രീതിയിലുള്ള ബോധ്യം വേണം. അതുപോലെ അതിനേക്കാഴിയൊക്കെ സ്ട്രിക്റ്റ് ആണ് ഇവിടെ വന്നേക്കുന്നതെന്ന് പറയുമ്പോൾ NDPS ആക്ടിനകത്തുള്ളതുപോലെ തന്നെ കോടതിക്ക്, അതായത് പ്രോസിക്യൂട്ടറെ കേൾക്കാതെ ജാമ്യം കൊടുക്കാൻ പാടില്ല. അത് കോടതി ജാമ്യം കൊടുക്കുന്ന കാര്യമാണ്, ജാമ്യം കൊടുക്കാൻ പാടില്ല. ഇനി പ്രോസിക്യൂട്ടർ ഒപ്പോസ് ചെയ്താൽ, അതായത് അത് ഒബ്ജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോടതിക്ക് ബോധ്യപ്പെടണം, അതായത് റീസണബിൾ ഗ്രൗണ്ട്സ് ഫോർ ബിലീവിങ് ദാറ്റ് ഹീ ഈസ് നോട്ട് ഗിൽറ്റി. അയാൾ ഈ കുറ്റകൃത്യത്തിൽ അയാൾ പെട്ടിട്ടില്ല, അയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ പര്യാപ്തമായ റീസണബിൾ ഗ്രൗണ്ട്സ്, മതിയായ കാരണങ്ങളുണ്ടെന്ന് കോടതിക്ക് ബോധ്യപ്പെടണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ജാമ്യം കൊടുക്കാൻ ഒക്കുള്ളൂ. അല്ലാതെ പ്രോസിക്യൂട്ടർ ജാമ്യം കൊടുക്കാമെന്ന് പറഞ്ഞാലും കോടതിക്ക് ജാമ്യം കൊടുക്കാൻ പറ്റത്തില്ല. ഇതാണ് ഇതിൻ്റെ റെസ്ട്രിക്ഷൻസ്. അതായത് നമ്മുടെ CRPC പറഞ്ഞേക്കുന്ന മറ്റ് മാനദണ്ഡങ്ങൾ ഇതിന് പുറമേ ഉണ്ട്, അതുകൊണ്ട് അപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഒരു ജാമ്യം കൊടുക്കാനായിട്ട് ഇതിനകത്ത്. അതാണ് കാര്യം. റീസണബിൾ ഗ്രൗണ്ട്സ് ഫോർ ബിലീവിങ് ദാറ്റ് ഹി ഹാസ് നോട്ട് കമ്മിറ്റഡ് ദ ഒഫൻസ്, അത് വേണം. അപ്പോൾ അത് യഥാർത്ഥത്തിൽ വളരെ ബുദ്ധിമുട്ടാണ് ജാമ്യം വാങ്ങിക്കാൻ. എന്തെങ്കിലും കാര്യമുണ്ട്, അല്പമെങ്കിലും തെളിവുണ്ടെങ്കിൽ കോടതിക്ക് ജാമ്യം കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതിനകത്ത്. പക്ഷേ ഇത് ഇനി EDക്ക് അറസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയുള്ളതാണെന്നുള്ളതാണ്. EDയുടെ അറസ്റ്റിൻ്റെ പവർ, അറസ്റ്റ് ചെയ്യാം EDക്ക് പവറൊക്കെ ഉള്ളതാണ്. പക്ഷേ കോടതി ഈ ഒഫൻസിന് കോഗ്നിസൻസ് എടുക്കുന്നിരിക്കട്ടെ. കോഗ്നിസൻസ് എടുക്കുക എന്ന് പറഞ്ഞാൽ മൈൻഡ് അപ്ലൈ ചെയ്യുക. ഒരു കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുക. കുറ്റപത്രം വേണം, അല്ലാതെ കേസ് റിപ്പോർട്ട് ചെയ്താൽ മാത്രം പോരാ. FIR അല്ല ഇവിടെ, കുറ്റപത്രം, ചാർജ് ഷീറ്റ് കൊടുക്കുക. അതായത് കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട ഒരു കേസ്, ആ കുറ്റപത്രം കോടതി സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല, അല്ലെങ്കിൽ EDക്ക് അറസ്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല. അതാണ് കാര്യം, നിയമം. കാരണം പിന്നെ കോടതിയാണ് തീരുമാനിക്കേണ്ടത് ഇയാളെ കസ്റ്റഡിയിൽ അയക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് കോടതി തീരുമാനിക്കുമോ, ഒഫൻസിനകത്ത് ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ. അതല്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പൊന്നുമില്ല. അതാണ് കാര്യം. ഇപ്പോൾ അത് പഞ്ചാബ് ഹൈക്കോടതിയുടെ ആണെന്ന് തോന്നുന്നു, ആ വിധിക്കെതിരെ ആണ് ഇപ്പോൾ ആ വിധിയെ നള്ളിഫൈ ചെയ്തുകൊണ്ട് സുപ്രീം കോടതി ആ വിധി അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് സുപ്രീം കോടതി ഇന്നലെ വിധി പ്രസ്താവിച്ചു ഈ നിയമം. ഇപ്പോൾ ഇനി അതൊരു നിയമമായി. കാരണം ഇത് കുറ്റപത്രം സമർപ്പിച്ച കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ള കേസുകളിലൊന്നും EDക്ക് പിന്നെ പ്രതി അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമില്ല, അവകാശമില്ല.
അതാണ് ഇപ്പോഴത്തെ നിയമം. ഈ വിധി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാധിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ കിടക്കുന്ന കേസുകളിലൊന്നും ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിലൊന്നും കുറ്റപത്രം കൊടുത്തിട്ടില്ല. കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞാൽ കുറ്റപത്രം കൊടുത്ത കേസിൽ മാത്രമേ ഉള്ളൂ ഈ വിധി ബാധകമായിട്ട് വരുന്നത്. കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ കുറ്റപത്രം കൊടുത്ത് കോടതി കോഗ്നിസൻസ് എടുക്കണം. അങ്ങനെയുള്ള കേസിൽ മാത്രമേ ഈ വിധി ബാധകമാവുന്നുള്ളൂ. കുറ്റപത്രം കൊടുക്കാത്ത കേസുകളിൽ, വെറും അന്വേഷണം മാത്രം നടക്കുന്ന കേസുകളിലൊന്നും ഇത് ബാധകമല്ല. അന്വേഷണത്തിലൊക്കെ ഇവർക്ക് അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. അല്ലാതെ അന്വേഷണം കഴിഞ്ഞ് കുറ്റപത്രം അതായത് ഇപ്പോൾ ഒരു കേസിൽ ഒരു പ്രതിക്കെതിരെ കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞ് പ്രതി ഇങ്ങനെ നടക്കുക, ഒളിവിലാണ്, അയാളെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ED അവരെ അയാളെ അറസ്റ്റ് ചെയ്യാതെ തന്നെ അയാൾക്കെതിരെ കുറ്റപത്രം കൊടുക്കുന്നു. കുറ്റപത്രം കൊടുത്തതിന് ശേഷം EDക്ക് തോന്നുന്നു ഇനി നമ്മുടെ ഇലക്ഷനൊക്കെ വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒന്ന് അറസ്റ്റ് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നടക്കത്തില്ല. അതേ ഉള്ളൂ.